ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടോപ്പ് ഫോം എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ആവുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു സീനിൻ്റെ ഇടയിൽ ജിന്ന് അകിൻ്റെ അടുത്ത് ക്ലോസ് ആയി ചെല്ലുകയും അവനെ കിസ് ചെയ്യാൻ പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ കിസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആ ഒരു സീനിന് കട്ട വിളിച്ചിട്ട് എല്ലാവരും ചെന്നിട്ട് ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം മഴയൊക്കെ വന്നിട്ട് അങ്ങനെയുള്ളൊരു സീനായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇവർക്ക് ടവലെല്ലാം കൊടുക്കുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ ജിന്നാണെങ്കിൽ അകിൻ്റെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയി വന്നു നിന്നതുകൊണ്ട് തന്നെ ആ ഒരു സീൻ കഴിയുമ്പോൾ അകിനാണെങ്കിൽ എന്തോ പോലെ ജിന്നിനെ നോക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. അതിനുശേഷം ജിന്നിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ മറ്റൊരു സീൻ അഭിനയിക്കുകയാണ്. അതിൽ അകിൻ്റെ കൂടെയല്ല, വേറൊരാളുടെ കൂടെയാണ്. അങ്ങനെ അഭിനയിക്കുന്ന ടൈമിന് അകിൻ അവിടെ ഇരിപ്പുണ്ട്. എന്നാൽ അകിൻ്റെ മനസ്സിൽ ജിന്ന് അവൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് കിസ് ചെയ്യാൻ വന്നതായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അകിനാണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതേസമയം ആ ഒരു സീൻ കഴിയുമ്പോൾ ഡയറക്ടറാണെങ്കിൽ ജിന്നിൻ്റെ അടുത്ത് നീ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു, ഇതെന്തു പറ്റി പെട്ടെന്നുള്ള സൂപ്പറായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജിന്നാണെങ്കിൽ അത് പിന്നെ ഞാൻ ട്രൈ ചെയ്തതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആക്ച്വലി നേരത്തെ അകിൻ പറഞ്ഞു കൊടുത്ത അതിൻ്റെ ഇമോഷൻസ് പുറത്തെടുത്ത് അഭിനയിക്കുക എന്ന് പറഞ്ഞ ആ ഒരു ട്രിക്കാണ് അവനിപ്പോൾ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് അവനിപ്പോൾ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റിയത്. അടുത്ത് ജിന്നിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ വീട്ടിൽ വന്നിട്ട് അകിൻ അഭിനയിച്ച ഒരു മൂവിയൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. ആ സമയം തന്നെ മറ്റൊരു ചാനലിൽ അകിൻ്റെ ഒരു ഇൻ്റർവ്യൂ അവൻ കാണുന്നുണ്ട്. അതിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളതാണ്. അതിൽ അകിനാണെങ്കിൽ കുറേ പ്രോജക്ട്സും വർക്കും ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്കും ജിന്ന് വിചാരിക്കുന്നുണ്ട് അകിന് പൈസയ്ക്കല്ല ആവശ്യമുണ്ടോ, അവനിപ്പോൾ ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ. അത് പറയുന്ന ടൈമിലെല്ലാം നമ്മുടെ ജിന്നിൻ്റെ കയ്യിൽ അകിൻ വാങ്ങിച്ചു കൊടുത്ത ആ ഒരു ടിക് ടാക്കിൻ്റെ ആ ഒരു ബോക്സ് ഇരിപ്പുണ്ട്. എന്നാൽ അതിൻ്റെ അതിരിക്കുന്ന ടിക് ടാക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ വേറെ ടിക് ടാക്കിൻ്റെ ബോക്സസ് ഉണ്ട്. അകിൻ വാങ്ങിച്ചു കൊടുത്തത് മറ്റുള്ള ബോക്സായിട്ട് മാറിപ്പോകാതിരിക്കാനായിട്ട് അതിൻ്റെ പുറത്ത് ഇന്നൊരു സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അകിൻ കൊടുത്ത ആ ഒരു ടിക് ടാക്ക് ബോക്സിലേക്ക് അവനാണെങ്കിൽ വേറെ ബോക്സിൽ നിന്ന് ടിക് ടാക്ക് എല്ലാം എടുത്ത് നിറയ്ക്കുന്നുമുണ്ട്. അതിനുശേഷം പിന്നീട് അടുത്ത ദിവസം ഈ ഒരു സെറ്റ് ഇരിക്കുന്ന ടൈമിന് അകിനും ജിന്നും കൂടെ ആയിട്ട് റെഡിയായിട്ട് ഗ്രീൻ റൂമിൽ ഇരിപ്പുണ്ട്. ആ സമയം അകിനാണെങ്കിൽ എന്തൊക്കെയോ മരുന്നൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. ആ സമയം അകിനെ കണ്ടു കഴിഞ്ഞാൽ തീരെ വയ്യാത്ത പോലെയും തോന്നും. ഇത് ശ്രദ്ധിച്ചിട്ട് ജിന്നാണെങ്കിൽ നിനക്ക് എന്താ പനിയുണ്ടോ വയ്യേന്ന് വെച്ചിട്ട് അകിന് പനിയുണ്ടോ ചെക്ക് ചെയ്യാനായിട്ട് ചെന്നതും അകിൻ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കൈ പിടിച്ച് തട്ടി മാറ്റുന്നുണ്ട്. എന്നാൽ ആ സമയം കഴിഞ്ഞ സീൻ അഭിനയിച്ചപ്പോഴത്തേക്കും ജിന്നിൻ്റെ കയ്യിൽ ഒരു ചെറിയ മുറിവ് വന്നിട്ടുണ്ടായിരുന്നു. ആ മുറിവിലേക്കായിരുന്നു അകിനാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ച് മാറ്റിയപ്പോൾ തട്ടിയിട്ടുണ്ടായിരുന്നത്. അകിൻ ആ സമയം അത് ശ്രദ്ധിക്കുന്നില്ല. ആ സമയം ഒരു സ്റ്റാഫ് വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അകിൻ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ തന്നെ പോയി കളയുന്നുണ്ട്. ആ സമയം അകിൻ ഇരിക്കുന്ന സീറ്റിലായിട്ട് കുറേ മരുന്നിരിക്കുന്നതും ജിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജിന്നിൻ്റെ അസിസ്റ്റൻസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് ജിന്ന് അവരെ ഫോൺ ചെയ്യുന്നതാണ്. ജിന്നാണെങ്കിൽ അവരെ ഫോൺ ചെയ്ത് ലിഫ്റ്റിലേക്ക് കയറാൻ പോകുമ്പോഴത്തേക്കും ആ ലിഫ്റ്റിൽ ഓൾറെഡി അകിൻ നിൽപ്പുണ്ടായിരുന്നു. അകിനാണെങ്കിൽ ഇപ്പോൾ ജിന്നിനെ ഫേസ് ചെയ്യാൻ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ലിഫ്റ്റ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ട് ജിന്ന് കയറുന്നതിന് മുമ്പായിട്ട്. എന്നാൽ ആ ലിഫ്റ്റ് ക്ലോസ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ജിന്ന് അവൻ്റെ കൂടെ ലിഫ്റ്റിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ലിഫ്റ്റിൽ അവരിങ്ങനെ പോകുന്ന ടൈമിന് ജിന്നിൻ്റെ കൈ മുറിക്കിരിക്കുന്നത് അകിൻ ശ്രദ്ധിച്ചിട്ട് അതെന്ത് പറ്റിയത് ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ ജിന്ന് അത് കുഴപ്പമില്ല, ചെറിയൊരു മുറിവാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അകിൻ ഒരുമാതിരി വീക്കായിട്ടിരിക്കുന്ന കാണുമ്പോൾ ജിന്ന് എന്താ പറ്റിയത് നിനക്ക് വയ്യെന്നൊക്കെ ചോദിക്കുമ്പോൾ അകിൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴുകി മാറുന്നുണ്ട്. അതിനുശേഷം ലിഫ്റ്റ് ഓപ്പൺ ആവുന്നതും അകിനാണെങ്കിൽ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നാൽ അപ്പം തന്നെ അവൻ തലയിറങ്ങി വീഴാണ്. ജിന്ന് ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവനെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അകിനാണെങ്കിൽ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവന് ബോധം വരുന്നുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും തൊട്ടടുത്ത് അവൻ്റെ അസിസ്റ്റൻ്റായ സിന്നിരിപ്പുണ്ട്. സിന്നിൻ്റെ അടുത്ത് എനിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സിന്നാണെങ്കിൽ നിനക്ക് ഓർമ്മയില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം എന്നെ ആരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ജിന്നാണ് കൊണ്ടുവന്നതെന്നും പറയുന്നുണ്ട്. ആ സമയം അകിനാണെങ്കിൽ ജിന്നോ എന്നുള്ള രീതിയിൽ ചോദിക്കുവാണ്. ആ സമയം നമ്മൾ ആ നടന്ന കാര്യം കാണിക്കുന്നുണ്ട്. അകിനാണെങ്കിൽ തലയിറങ്ങി വീഴുന്നതും പെട്ടെന്ന് തന്നെ ജിന്ന് വന്നിട്ട് അവനെ പിടിക്കുന്നുണ്ട്. അവിടെ മറ്റാരും ഹെൽപ്പിലില്ലാത്തതുകൊണ്ട് തന്നെ ജിന്ന് അവൻ്റെ ബൈക്കിലിരുത്തി എങ്ങനെയൊക്കെയോ അകിൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് വന്ന് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അകിൻ അപ്പോഴും ബോധം വന്നിട്ടില്ല. ആ സമയം നേഴ്സാണെങ്കിൽ അത് പിന്നെ പനി കൂടിയതാ, അങ്ങനെ ബോഡി വീക്കായതാ, ഇപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേഴ്സ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ അകിൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. ആ സമയം തന്നെ ടി വിയിൽ അകിൻ അഭിനയിച്ച ഒരു പരസ്യം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതും ജിന്ന് കാണുന്നുണ്ട്. അതിനുശേഷം പതുക്കെ അവൻ അകിൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയി പോകുന്നുണ്ട്. ആ സമയം അകിനാണെങ്കിൽ ഉറങ്ങുന്ന 1-2 ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ആ സമയം തന്നെ അകിൻ ആ ഒരു സബ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡിൽ പെട്ടെന്ന് തന്നെ ജിന്നിനെ അവൻ്റെ അടുത്തേക്ക് വലിക്കുന്നുണ്ട്. അങ്ങനെ ജിന്നാണെങ്കിൽ അവനോട് ഭയങ്കര ക്ലോസ് ആയിട്ട് വന്ന് നിൽക്കുകയാണ്. ആ സമയം ജിന്നാണെങ്കിൽ വേറെ ഒന്നിനെയും കുറിച്ച് ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ അകിനെ കിസ് ചെയ്യുന്നുണ്ട്. കിസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ പറയുന്നുണ്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ എനിക്ക് നിൻ്റെ കൂടെ നിൽക്കാൻ ഉള്ളൊരവസരം കിട്ടുമെന്ന്. അങ്ങനെ അതൊക്കെ പറഞ്ഞതിന് ശേഷം ജിന്നാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടാണ് അങ്ങോട്ടേക്ക് സിൻ വന്നതൊക്കെ. ജിന്ന് എന്നിട്ട് പുറത്തോട്ടത്ത് നിൽക്കുന്ന ടൈമിന് സിന്നാണെങ്കിൽ ജിന്നിന് മെസ്സേജ് അയച്ചിട്ട് അകിന് ബോധം വന്നു, അവന് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതിന് താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം തന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ ജിന്ന് നല്ല ഹാപ്പി ആവുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം അഖിനാണെങ്കിൽ സെറ്റിൽ ഇരിക്കുന്നതാണ്. ആ സമയം അവൻ്റെ ഹെയർ ആണെങ്കിൽ റെഡിയാക്കി കൊടുക്കുന്ന ആ ഒരു ലേഡി ആണെങ്കിൽ അഖിൻ്റെ അടുത്ത് നിനക്ക് എന്ത് പറ്റി, നീ ഇപ്പോൾ ഓക്കെ ആണോ, എന്ത് പറ്റി വയ്യാതായെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ പ്രായമായി വരെയല്ലേ, അപ്പോൾ പിന്നെ എൻ്റെ ബോഡി വീക്കാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ അഖിൻ പറയുന്നുണ്ട്. ആ സമയം ആ ലേഡി ആണെങ്കിൽ പക്ഷേ നീ സ്ട്രോങ് അല്ലേ, സുന്ദരനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം തന്നെ സെറ്റിലുള്ള മറ്റൊരാൾ വന്നിട്ട് അടുത്ത സീനിൽ ഇതുപോലെ അഖിനാണെങ്കിൽ കണ്ണ് കെട്ടിയിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഹെയർ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു തുണിയും കൂടെ കെട്ടി കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് ആ ലേഡിയുടെ ഒരു തുണിയും കൂടെ കൊടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഹെയർ ആണെങ്കിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവൻ്റെ കണ്ണ് അപ്പോഴേ കെട്ടി കൊടുക്കുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ ആ ഡ്രസ്സിങ് റൂമിൽ തന്നെ കണ്ണ് കെട്ടി ഇരിക്കുന്ന ടൈമിന് കഴിഞ്ഞ ദിവസം ജിന്നാണെങ്കിൽ ഇവ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ബോധമില്ലാതെ കിടന്നപ്പോൾ അവൻ്റെ അടുത്തേക്ക് ക്ലോസായി ചെന്നിട്ട് ഞാനാണെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ നിൻ്റെ അടുത്ത് നിൽക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കും, എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടും എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഇവങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയം പെട്ടെന്ന് അവൻ്റെ തൊട്ടടുത്ത് വന്നിന്ന് ജിന്നത് പറയുന്ന പോലെ ഇവന് തോന്നുന്നുണ്ട്. അങ്ങനെ ആ പെട്ടെന്ന് തന്നെ ആ ഒരു കണ്ണിലെ കെട്ടഴിച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയം ആക്കിന് ആലോചിക്കുന്നുണ്ട്, ഇതിപ്പോൾ സെറ്റിൽ നമ്മുടെ അവസാന ദിവസമല്ലേ, ഞാൻ പോയിട്ട് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതിന് അവനോട് താങ്ക്സ് പറയണോ വേണ്ടേ എന്നിങ്ങനെ അവൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീരീസിൻ്റെ സംഭവം എല്ലാം കഴിയുന്നുണ്ട്. അഖിലും ജിന്നും തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട്. അതൊക്കെ കഴിയുന്ന ടൈമിന് ജിന്നിൻ്റെ അടുത്തേക്ക് സിഗ്മ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണെങ്കിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ വരുന്നുണ്ട്. സമ്മതിക്കുന്നുണ്ട്. അവർ തിരിച്ച് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ട് ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ട് ജിന്ന് ആ ഒരു കമ്പനിയിലുള്ള ആക്ടറായി മാറുന്നുണ്ട്. അഖിൻ്റെ അടുത്തും ഇങ്ങനെ സിഗ്മ എൻ്റർടൈൻമെൻറ്റ് കമ്പനി ഓഫറുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അഖിൻ ആ സമയം ഒരു മറുപടി കൊടുത്തില്ല. പിന്നീട് അഖിൻ സൈനിൻ്റെ അടുത്ത് മറ്റൊരു ലേഡിയുടെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ്. ആ സമയം അഖിൻ പറയുന്നുണ്ട് എനിക്ക് അവരുമായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ. ആ സമയം സൈനാണെങ്കിൽ ആ സിഗ്മ എൻ്റർടൈൻമെൻറ്റ് എന്തുമാത്രം വലിയൊരു കമ്പനിയാണ്, എന്തുമാത്രം വലിയ ബ്രാൻഡും പോപ്പുലാരിറ്റിയൊക്കെ കൊണ്ടുവരുന്നതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ അഖിനാണെങ്കിൽ പക്ഷേ അവരാണെങ്കിൽ പോപ്പുലറായിട്ടും പിന്നെ അവർക്ക് പോപ്പുലർ ആവാനും വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള സെലിബ്രിറ്റീസിനെ മാത്രമേ തിരഞ്ഞെടുക്കത്തുള്ളൂ. ഞാനാണെങ്കിൽ ഒരു സെലിബ്രിറ്റി മാത്രമല്ല, ഞാനാണെങ്കിൽ എൻ്റെ ടാലൻറ്റ് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആക്ടറാണ്. അവർ ടാലൻറ്റ് നോക്കാതെ പോപ്പുലാരിറ്റി മാത്രം നോക്കിയാണ് ഒരാളെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എനിക്കാണെങ്കിൽ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ അവരുടെ ഓഫർ റിജക്റ്റ് ചെയ്യുന്നു എന്ന് അഖിൻ പറയുന്നുണ്ട്. ആ സമയം ആ കേട്ടോണ്ടിരിക്കുന്ന സിന്നും പിന്നെ ആ ഒരു ലേഡിയും ഓക്കെ നിൻ്റെ ആഗ്രഹമാണെങ്കിൽ അത് തന്നെ ആയിക്കോട്ടെ, നിൻ്റെ ഡിസിഷൻ എന്താണോ അതുമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം സിന്നാണെങ്കിൽ പക്ഷേ നീ ഒരു കാര്യം ആലോചിക്കണം, നീ ആ ഒരു വലിയ കമ്പനി ആയിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റ് നീ റിജക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരിനി തൊട്ട് നിന്നെ കൂടുതൽ ശ്രദ്ധിക്കും. അതുകൊണ്ട് നീയാണെങ്കിൽ പല കാര്യങ്ങളും നേരിടേണ്ടി വരും, ലൈഫ് ടഫാവാനൊക്കെ ചാൻസ് ഉണ്ട്, നീ റെഡിയാണെന്ന് ചോദിക്കുമ്പോൾ അഖിലാണെങ്കിൽ ഞാൻ അത്ര എളുപ്പത്തിൽ പിന്മാറുന്ന ഒരാളല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ജിന്നാണെങ്കിൽ ആ ഒരു സിഗ്മ എൻ്റർടൈൻമെൻറ്റ് കമ്പനിയിലുള്ള പയ്യനായതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ അവനൊരു ദിവസം അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഫോട്ടോ ഷൂട്ടിങ് കാര്യങ്ങൾ അതിനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നതാണ്. എന്നാൽ ജസ്റ്റ് ഒരു കുഞ്ഞ് ഫോട്ടോ ഷൂട്ടിങ് തുടങ്ങിയത് പിന്നീട് അവൻ ഭയങ്കര റീച്ചും പോപ്പുലറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വലിയ വലിയ ബ്രാൻഡഡ് ഐറ്റംസിൻ്റെയൊക്കെ അംബാസിഡർ ആവാനുള്ള രീതിയിൽ തന്നെ അവനാണെങ്കിൽ ഫോട്ടോഷൂട്ടിനും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഖിനാണ് ടോപ്പ് ആക്ടറെങ്കിൽ ടോപ്പ് ആക്ട്രസ് ആയിട്ടുള്ള പെൺകുട്ടിയുടെ കൂടെ തന്നെ ഫോട്ടോഷൂട്ടിനുള്ള ഒരു അവസരം എല്ലാം തന്നെ ജിന്നിന് കിട്ടുന്നുണ്ട്. ആ പെൺകുട്ടിയായിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ടൈമിനും ആ പെൺകുട്ടി പറയുന്നുണ്ട് ഫസ്റ്റ് ടൈം ഞാൻ അഖിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണ് എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ നിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നു, പക്ഷേ നിന്നെ കാണാൻ അഖിനേക്കാളും ക്യൂട്ടാണെന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ അഖിൻ്റെ കൂടെ നിങ്ങൾ മുമ്പേ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനൊരിക്കൽ അഖിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു ആക്ട്രസ് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് 1 വർഷം 2 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഈ സമയം കൊണ്ട് തന്നെ ജിന്ന് ഭയങ്കര പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു സിഗ്മ എൻ്റർടൈൻമെൻറ്റ് കമ്പനി ഇവനാണെങ്കിൽ ഓരോരോ വർക്കിന് കൊടുത്തിട്ട് ഇവന് പോപ്പുലറാക്കാനുള്ള സകല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ നല്ല പോപ്പുലറായി വരുന്നുമുണ്ട്. അങ്ങനെ ഇപ്പോൾ ജിന്ന് ഗസ്റ്റായിട്ട് വരുന്ന ഒരു ഷോയാണ് കാണിക്കുന്നത്. അതിന് ലൈവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഷോയാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ജിന്ന് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ടൈമിന് ഈ ഒരു പ്രോഗ്രാം അഖിൻ്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ സീൻ കാണുന്നുണ്ട്. അഖിനോടെ പുറകെ നീ ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയം തന്നെ ജിന്നിൻ്റെ അടുത്ത് എങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വന്നത്, ജിന്നാണെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ കണ്ടറിയാം. കാരണം മുമ്പ് ഒരു പിസ്സ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതല്ലേ, അതിൻ്റെ ഫോട്ടോ നമ്മുടെ തൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോട്ടോ കാണിച്ചിട്ട് ഇത്രയും ഹാൻസം ആയിട്ടുള്ള ഒരു ഡെലിവറി ബോയിനെയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, എന്താണ് ശരിക്കും സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ അത് ആക്ച്വലി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടയാണ്, ഈ വർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എനിക്കിനി ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം എന്നൊരു തീരുമാനം കിട്ടാതിരുന്ന ആ ഒരു ടൈമിനായിരുന്നു. ആ ഒരു സമയമാണ് ഞാൻ എൻ്റെ പഴയ ഏജൻസിയിലെ ഓണറിനെ കാണുന്നത്. ഓണർ വഴിയാണ് എനിക്കിപ്പോൾ ഇത്രയും നിലയിലെത്താൻ പറ്റിയത്, എനിക്കുള്ള കോൺട്രാക്റ്റും എല്ലാം റെഡിയാക്കി തന്നത് ആ ഒരു ഓണറാണെന്ന് പറയുന്നുണ്ട്. ആ ഓണർ മറ്റാരുമല്ല, നമ്മുടെ ജിന്നിൻ്റെ ഇപ്പോൾ അസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്ന 2 പേരുണ്ടല്ലോ അവരാണ്. അവരുടെ വീട്ടിൽ ജിന്ന് പിസ്സ ഡെലിവറിക്ക് പോയപ്പോഴാണ് ജിന്നിന് ഇത്രയും ലുക്കുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവർ 2 പേരും ഇവനെ ആണെങ്കിൽ അഭിനയിക്കാനായിട്ട്
അവസരം ഉണ്ടാക്കി കൊടുത്തതും അവൻ്റെ മാനേജറും അസിസ്റ്റൻറ്റും ഒക്കെ ആയിട്ട് അവൻ്റെ കൂടെ നിന്നതൊക്കെ അങ്ങനെ ആ ഒരു കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അതായത് തൻ്റെ റോൾ മോഡൽ ആരാണെന്നൊക്കെ. ആ സമയം ജിന്ന് പറയുന്നുണ്ട് എൻ്റെ റോൾ മോഡൽ അഖിനാണെന്ന്. ഈ സമയം ഇത് കണ്ടുകൊണ്ട് നമ്മുടെ സിന്നാണെങ്കിൽ അഖിൻ്റെ അടുത്ത് അഖിൻ വന്നിരുന്ന് കാണാം, അവൻ നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അഖിനും സിന്നിൻ്റെ അടുത്ത് വന്നിരുന്ന് കാണുമ്പോൾ ജിന്നാണെങ്കിൽ അഖിനായിട്ട് മീറ്റ് ചെയ്തതും അവരൊരുമിച്ച് വർക്ക് ചെയ്തതും എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഇത് ലൈവ് വെക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ശറപറാന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ സമയം തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളും പറഞ്ഞിട്ടുണ്ട്, ശരിയാണ് ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് അഖിനെ നിങ്ങൾക്ക് എന്തുമാത്രം ഇഷ്ടമാണെന്ന്, കാരണം അഖിൻ്റെ എല്ലാ പോസ്റ്റും നിങ്ങൾ ലൈക്ക് ചെയ്യാറുണ്ടല്ലോ എന്നൊക്കെ. ആ സമയം ജിന്നാണെങ്കിൽ ഞാൻ ചെയ്യാറുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് അയാൾ മറ്റൊരു കാര്യം ചോദിക്കുകയാണ്, പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ജിന്നാണെങ്കിൽ അഖിനെ അങ്ങോട്ട് മാത്രമല്ലേ ഫോളോ ചെയ്തിട്ടുള്ളൂ, അഖിൻ തിരിച്ച് ഇങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുന്ന ടൈമിന് അഖിനും അവൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് ജിന്ന് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ, ഇതെന്തൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ. ആ സമയം ജിന്ന് പറയുന്നുണ്ട്, അത് പിന്നെ അഖിൻ ഇൻസ്റ്റാഗ്രാമിൽ അത്രയ്ക്ക് ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഫോളോ ചെയ്ത കാര്യം അഖിന് ഒരു പക്ഷേ അറിഞ്ഞിട്ട് പോലും ഉണ്ടാകത്തില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ ആൾക്കാരും കൊണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഷിപ്പ് ചെയ്യുകയാണ്. ജിൻ അഖിൻ ഇവർ തമ്മിൽ വീണ്ടും ഒരുമിച്ചൊരു ഡ്രാമ വേണം, ആരെങ്കിലൊക്കെ സീരീസൊക്കെ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കമൻറ്റ് വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ജിന്നാണെങ്കിൽ മറ്റൊരു ഇൻസിഡൻറ്റും കൂടെ പറയുന്നുണ്ട്, അതായത് ജിന്നിനാണെങ്കിൽ ആ ഒരു സീൻ അഭിനയിക്കാനുള്ള ടൈമിന് കണ്ണീര് വന്നില്ല, അതുകൊണ്ട് അഖിനാണെങ്കിൽ അവൻ്റെ അടുത്തേ ചെന്ന് നിന്നിട്ട് ബ്രീത്ത് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് നെഞ്ചി തൊട്ടപ്പോൾ ആ ഒരു കണ്ണീരൊക്കെ വന്ന ആ ഒരു കാര്യം അങ്ങനെ കാര്യം പറയുന്ന ടൈമിന് അവൻ ആക്ച്വലി കറക്റ്റ് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ആ പറഞ്ഞ ഡയലോഗുകളൊക്കെ എക്സാക്റ്റ് അതേപോലെ പറഞ്ഞ് അഭിനയിച്ച് കാണിക്കുകയാണ്. ആ സമയത്ത് കണ്ടുകൊണ്ടിരുന്ന അഖിനും ആ ഒരു ഇതിലോട്ടായി പോകുന്നുണ്ട് തന്നെ അറിയാണ്ട് അവൻ പെട്ടെന്ന് തന്നെ ജിന്നിനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുവാണ്. അപ്പം തന്നെ ഫാൻസും എല്ലാവരും കാണുന്നുണ്ട്. ആ ഒരു ഷോ നടത്തുന്ന ആളും അഖിനാണെങ്കിൽ ജിന്നിനെ ഫോളോ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഷോയിൽ വെച്ച് തന്നെ നമ്മുടെ ജിന്നും ഇതൊക്കെ ഇറങ്ങിയിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആകുന്നുണ്ട്. നമ്മുടെ സിന്നും അഖിൻ്റെ അടുത്ത് നീ ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ടൈമിന് ആ സമയമാണ് പെട്ടെന്ന് അഖിൻ തിരിച്ച് ബോധത്തിലേക്ക് വരുന്നത്. അഖിനുണ്ട് അയ്യോ ഞാൻ എന്താ ചെയ്തത്, ഞാൻ എന്തിനാ ഇത് ചെയ്തതെന്നുള്ള രീതിയിൽ അവൻ അവിടെ നിന്ന് റിഗ്രറ്റ് അടിക്കുവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം അഖിനാണെങ്കിൽ പുറത്ത് നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ അവനാണെങ്കിൽ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടിരുന്നൊരു കമ്പനി അവർക്ക് അഖിനുമായിട്ട് കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ആ ഒരു കാര്യം സിന്നാണെങ്കിൽ അവനെ കോൾ ചെയ്ത് പറയുമ്പോൾ അവർ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, 3 വർഷമായിട്ട് ഞാൻ എൻ്റെ ബ്രാൻഡ് അംബാസിഡർ, അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർ നിർത്തിക്കോട്ടെ, പുതിയ ആരെങ്കിലും കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ കോൾ കട്ട് ചെയ്തിട്ട് ഒരു വെൻഡിങ് മെഷീനിൽ നിന്ന് കോഫി എടുക്കുകയാണ്. ആ സമയം ആ ഒരു വെൻഡിങ് മെഷീനിൽ ഒരു കുഞ്ഞ് പരസ്യം പോകുന്നുണ്ട്. മുമ്പൊക്കെ അതിൽ അഖിനായിരുന്നു ഉണ്ടായിരുന്നത്, എന്നാൽ ഇപ്പോൾ ആ പരസ്യത്തിൽ ജിന്നാണുള്ളത്. അവനങ്ങനെ കോഫി എടുക്കുമ്പോൾ ആ കോഫിയുടെ ബോട്ടിലും ജിന്നിൻ്റെ പടം കാണുന്നുണ്ട്. അങ്ങനെ അവൻ അതവിടെ ബെഞ്ചിൽ വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ജിന്നിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അവൻ്റെ സ്റ്റോറീസ് എല്ലാം ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്, അതായത് ഞാനൊരു പുതിയ കാർ എടുക്കാൻ പോവാണ്, അതിൽ ഈ 3 കളറിൽ ഞാൻ ഏതാ എടുക്കേണ്ടതെന്ന്, ഒന്ന് ഗ്രീൻ കളർ, ഒന്ന് വൈറ്റ് കളർ, ഒന്ന് സാൻഡിൻ്റെ കളറായിരുന്നു. അപ്പം അറിയാതെ പെട്ടെന്ന് തന്നെ അഖിൻ്റെ കൈ തട്ടിയിട്ട് ഗ്രീൻ കളറിൽ പ്രസ് ആവുന്നുണ്ട്. അഖിനപ്പോൾ അയ്യോ അറിയാതെ വോട്ട് വീണല്ലോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആ ഒരു കോഫി പോലും എടുക്കാതെ അവിടെ നടന്നു പോകുന്നുണ്ട്. ആ ടൈം പിന്നെ ജിന്ന് മെസ്സേജ് അയച്ചിട്ട് നിനക്ക് ഗ്രീൻ കളറാണ് ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ അഖിൻ അല്ല എന്ന് പറയുന്നുണ്ട്. ജിന്നപ്പോൾ പിന്നെ എന്തിനാ ഗ്രീൻ കളറിൽ വോട്ട് ചെയ്തത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അഖിൻ അറിയാതെ പറ്റിപ്പോയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജിന്ന് പിന്നെ ഏത് കളറാണ് ഇഷ്ടം, വൈറ്റ് ആണെന്ന് ചോദിച്ചപ്പോൾ അത് ഭയങ്കര ബേസിക് കളറല്ലേ എന്നിങ്ങനെ അഖിൻ പറയുന്നുണ്ട്. ജിന്നപ്പോൾ അപ്പോൾ പിന്നെ സാൻഡിൻ്റെ കളർ കൊള്ളായിരിക്കല്ലേ, അപ്പം ഞാൻ ആ കളർ കാർ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അഖിനാണെങ്കിൽ ഇതൊക്കെ നീ എൻ്റെ അടുത്ത് ചോദിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്ന് അപ്പോൾ പിന്നെ ഞാൻ ആ കളർ കാർ തന്നെ എടുക്കാം, കാർ എടുത്തിട്ട് ഫസ്റ്റ് ഞാൻ നിന്നെ തന്നെ ഒന്ന് പിക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ അഖിൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ജിന്നപ്പോൾ അത് വേണം, കാരണം നീയല്ലേ അത് ചൂസ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത്, അപ്പോൾ പിന്നെ ഞാൻ നിന്നെ തന്നെ എൻ്റെ കാർ ആദ്യം കാണിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അഖിൻ അതിന് റിപ്ലൈ കൊടുക്കുന്നില്ല. അങ്ങനെ ജിന്നാണെങ്കിൽ ഹലോ 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 പോയോ പോയോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഖിനാണെങ്കിൽ എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് മറുപടി തന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാർക്കിലാണ് ഉള്ളത്, ഇന്നെനിക്ക് വലിയ ഷെഡ്യൂളൊന്നുമില്ല, ഇന്ന് ഫ്രീ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ നടക്കാൻ ഇറങ്ങിയതാന്ന് പറയാണ്. ആ സമയം ജിന്നാണെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് മിൽക്കൊക്കെ ഉള്ള ആ ഒരു വെൻഡിങ് മെഷീനുള്ള പാർക്കാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അഖിൻ ഇതിങ്ങനെ ഇവനറിയാന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞെട്ടിയിട്ട് നീ എന്നെ ഫോളോ വല്ലതും ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ മെസ്സേജ് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിന് റിപ്ലൈ വരുന്നില്ല. അങ്ങനെ അഖിനാണെങ്കിൽ ഇവൻ പോയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിചാരിച്ചിട്ട് അവിടെ ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണ്. ആ സമയം ജിന്നാന് മെസ്സേജ് ഇട്ട് സോറി എനിക്ക് അത്യാവശ്യം ഒരു വർക്കിൻ്റെ കോൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോവുകയാണ്. ആ സമയം അഖിനാണെങ്കിൽ ജിന്നിനെ അൺഫോളോ ചെയ്താലോ എന്നിങ്ങനെ കരുതിയിട്ട് അൺഫോളോ ചെയ്യാനായിട്ട് റെഡി ആവുന്നുണ്ട്. എന്നാലൊരു മടിയുണ്ട്, എന്നാലും അൺഫോളോ ചെയ്യാമെന്ന് കരുതി നിൽക്കുമ്പോഴത്തേക്കും അവനെ ജെയ്ഡ് കോൾ ചെയ്യുകയാണ്. ജെയ്ഡ് മറ്റാരുമല്ല, നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു ഡയറക്ടറാണ്, ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട പോപ്പുലറായ ഡയറക്ടർ. അപ്പോൾ അയാളാണെങ്കിൽ ഇവനെ വിളിച്ചിട്ട് ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, നീ അതിൽ മാച്ച് ആവുമെന്ന് തോന്നുന്നു, താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താല്പര്യം ഉണ്ടെന്ന് പറയാണ്.
ആ സമയം അയാൾ എങ്കിൽ പിന്നെ നമുക്ക് നാളെ നേരിട്ട് കണ്ട് സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അഖിൻ കൊടുത്ത ആ ഒരു ടിക് ടാക്കിൻ്റെ പുറത്ത് ജിന്നാണെങ്കിൽ മാറിപ്പോവാതിരിക്കാൻ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ആ സ്റ്റിക്കർ വാങ്ങാനായിട്ട് ജിന്നിപ്പോൾ പോകുന്നതാണ് കാണിക്കുന്നത്. ജിന്നാണെങ്കിൽ ആ കടയിൽ ചെല്ലുമ്പോൾ അഖിന് മാച്ചാകുന്ന സ്റ്റിക്കർ ഏതുണ്ടെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഓരോ നോക്കുമ്പോഴും അഖിനെ കാണാൻ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഇവനെ ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിച്ച് വരുമ്പോഴത്തേക്കും അവിടെ ഒരു പൂച്ചക്കുട്ടിയുടെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അത് അഖിനുമായിട്ട് മാച്ചാകും, അഖിനുമായിട്ട് നല്ല സാമ്യം ഉണ്ടെന്ന് കരുതിയിട്ട് ജിന്ന് അത് വാങ്ങുവാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡോട് എൻ്റെ ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടുതരുന്നവരെ ബൈ.